Dear students, today I want to discuss Kerala Engineering Previous Year Questions. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ചാപ്റ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. Water flows through a horizontal pipe of diameter 2 cm at a speed of 3 cm per second. The pipe has a nozzle of diameter 0.5 cm at its end. The speed of water emerging from the nozzle is. ഇപ്പോൾ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള ഡയമീറ്റർ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ ഡയമീറ്ററിലുള്ള ഒരു ട്യൂബിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷനും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷനാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ദ കോൺസ്റ്റൻറ്റ് ഈസ് സെഡ് ടു ബി ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ്. അപ്പോൾ 2 കേസസിന് വരുമ്പോൾ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് A1 V1 ഈക്വൽ ടു A2 V2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ കേസിലെ വെലോസിറ്റിയാണ്. സോ V2 എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് എഴുതാൻ പറ്റും A1 V1 ദ ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് A2. ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഏരിയ, നമുക്കൊരു ട്യൂബിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പൈ ഇൻറ്റു R1² ഡിവിഷൻ ബൈ പൈ ഇൻറ്റു R2² ഇൻറ്റു ദ വെലോസിറ്റി. നമുക്കറിയാം ദറ്റ് R1 വി ക്യാൻ റൈറ്റ് ടു ബി D/2². അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആ 4 വെട്ടി പോകുന്നത് കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം D1² ബൈ D2² ഇൻറ്റു V1. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ഡയമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത് 2 cm ആണ്. സോ 2² ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് D2 ദാറ്റ് ഈസ് 0.5 cm². സെൻറ്റിമീറ്റർ അവിടെ ക്യാൻസൽ ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കാം. That much into that velocity that is given as 3 cm. 0.5 we can treat as 1/2, 2², 4 into 4, 16 into 3. So we get the answer as 48 that much centimeter per second. So we can take B as the answer for the first one. Then we can move with the next question. 2020 തന്നെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. The density of corrosion is 800 kg per meter cube. Its relative density is. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? മറ്റൊരു പേര് സ്പെസിഫിക് ഗ്രാവിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ കെറോസിൻ എന്ന് പറയുന്ന ലിക്വിഡാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 800 kg per meter cube. But we know for water it is nothing but equal to 1000. So that is equal to 1 dividing we get as a 0.8 is the answer. So D as the choice. So we can move with the next question. 2020 തന്നെ next question. A solid sphere of volume V experiences a viscous force F when descending with a speed V in a liquid. അപ്പോൾ ഒരു ലിക്വിഡ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ ഒരു V വോളിയമുള്ള ഒരു R റേഡിയസ് ഉള്ള ഒരു സ്പിയർ എക്സ്പീരിയൻസസ്. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V ആണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ ഈസ് സെഡ് ടു ബി F. If another solid sphere of the volume as 27 V descends with the same speed V, then what is the viscous force there? That is we need to find it.
അപ്പോൾ നമ്മുടെ ഒരു R റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ബോൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് സ്റ്റോക്സ് ഫോർമുല. സോ സ്റ്റോക്സ് ഫോർമുല we know that F is given as is equal to 6 pi eta r into that terminal velocity. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ രണ്ട് കേസസിലും അവൻ്റെ വെലോസിറ്റി സെയിം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കേസസിലും വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി സെയിം ആണ്. പിന്നെ ഒരേ മീഡിയം ആയതുകൊണ്ട് ഈറ്റ സെയിം ആകുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എഫ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനിലായിട്ട് എങ്ങനെ പറയാം? ഫോർ ദ ടു കേസസ് എഫ് ഡാഷ് രണ്ടാമത്തെ കേസ് ബൈ ഇനിഷ്യൽ എന്ന് പറയുന്നത് ആർ ഡാഷ് ഡിവിഷൻ ബൈ ആർ ആണ്. അപ്പോൾ റേഡിയസുമായിട്ടുള്ള റിലേഷൻ നമ്മൾ എത്തിക്കണം. പക്ഷെ ഇവിടെ പറയുന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ വോളിയം V2 എന്ന് പറയുന്നത് 27 ടൈംസ് ഓഫ് V എന്നാണ് പറയാം. അപ്പോൾ അവൻ്റെ റേഡിയസ് ആർ ഡാഷ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും 4/3 പൈ ഇൻറ്റു ആർ ഡാഷ് ക്യൂബ് ഇസ് ഈക്വൽ ടു 27 times of initial case as a 4/3 pi into r cube. So 4/3 pi cancel. That is r dash cube is equal to 27. നമ്മുടെ ക്യൂബ് ആയിട്ട് എഴുതുകയാണെങ്കിൽ we can write 3 cube r cube. That means r dash എന്ന് പറയുന്നത് 3 times r ആയിട്ട് നമുക്ക് കിട്ടി. That is we can use that concept and we get a f dash is equal to 3 times of f. So we can take E as the answer for the problem. 2019 question ആണ്. Third question. Look, a boy formed a bubble antelic drop. Okay, we can take as this is the bubble and a drop from the same soapy solution. The pressure difference between inside and outside of the soap bubble is measured to be so that excess pressure for the bubble that is given as is equal to 100 Newton per meter square. If the radius of the drop is half of the radius of the bubble, so the radius of that drop is given as is equal to half of the radius of the bubble, then the pressure difference between the inside and outside of the droplet is, that means we have to find that is delta PD, excess pressure in the drop. അപ്പോൾ നമുക്ക് സാധാരണ രൂപത്തിൽ നമുക്കറിയാം that excess pressure in the bubble എന്ന് പറയുന്നത് it is nothing but equal to 40 division by its radius. And for the case of that drop we know it is equal to നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് by RD, its radius. അപ്പോൾ നമുക്കറിയാം ഒരേ സോപ്പി സൊല്യൂഷനിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ സർഫസ് ടെൻഷൻ രണ്ട് കേസസിലും സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ so for that drop by that for bubble is equal to നമുക്ക് ആദ്യം 2t by 40 2t by rd by rb, tt cancel, then 1 by 2 into what is rb. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൊരു കേസാണ് ആർ ബി എന്ന് പറയുന്നത് 2 times ഓഫ് ആർ ഡി എന്നാണ്. ദ ഡിവിഷൻ ബൈ ആർ ഡി ദ വി ക്യാൻ ക്യാൻസൽ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1 എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു ദറ്റ് എക്സസ് പ്രഷർ ഇൻ ദ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ബബിൾ. ദാറ്റ് മീൻസ് ദ ആൻസർ എന്ന് പറയുന്നത് സി ആയിട്ട് നമുക്ക് പറയാം 100 Newton per meter square. So we can move with the next question of 2019. In a water container,
an aluminium piece oleum 0.5 meter cube oleum of the aluminium that is given as is equal to 0.5 meter cube is lowered through an external force until it is completely submerged in another identical water container. So the first one water ആണ്, അതേപോലെ another case വീണ്ടും water container തന്നെയാണ്. A lead piece, the lead piece of the same oleum. So lead pieceൻ്റെയും oleum സെയിം തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Was similarly submerged using the same amount of external force. The mass density of lead is, the density of lead is 4 times that density of aluminium. If Fa and EFL are the buoyancy forces acting on the aluminium and lead respectively, then which of the following statement is correct? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബയൺ ഫോഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് സെഡ് ടു ബി ദി അപ്ത്രസ്റ്റ്. അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ പറയുമ്പോൾ വി നോ വോളിയം ഇൻസൈഡ് ദ ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി എന്നാണ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രണ്ടിൻ്റെയും വോളിയം ഒന്നാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് യെസ് നമുക്ക് രണ്ടിലും ഇമേഴ്സ് ചെയ്യുന്ന ലിക്വിഡ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് അപ്ത്രസ്റ്റും സെയിം ആയിരിക്കണം. സോ ദാറ്റ് ഈസ് വി ക്യാൻ സേ FL ഷുഡ് ഈക്വൽ ടു FA is the answer. So we can move with the next question. 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ് അടുത്ത് വന്നിരിക്കുന്നത്. വീണ്ടും ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നിരിക്കുക. സി A body P floats in water with half of its volume submerged. So water container. അപ്പോൾ ഒരു ബോഡി അതിൻ്റെ പകുതി വോളിയമായിട്ട് സബ്മർജ്ഡ് ആണ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് P. Another body Q floats in a liquid of density. So another body, അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. റോ L എന്ന് നമുക്ക് കൊടുക്കാം. അവിടെ 2/3 അപ്പോൾ ഇവിടെ V/2 ആണ്, ഇവിടെ 2/3 വോളിയം. ദാറ്റ് ഈസ് Q. ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് P2 എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ഡെൻസിറ്റി, ഈ ഇതിൻ്റെ ഡെൻസിറ്റി ഓഫ് Q റോ P/റോ Q, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ അപ്ത്രസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന റിലേഷൻ ദ വെയ്റ്റ് ഈസ് ബാലൻസ്ഡ് വിത്ത് അപ്ത്രസ്റ്റ്. അതാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് കണ്ടീഷനായിട്ട് പറയാം. ഇവിടുത്തെ വെയ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ പിയുടെ വെയ്റ്റ് ആണ് അല്ലേ. അപ്പോൾ പിയുടെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് P ഇൻറ്റു ദാറ്റ് G, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു അപ്ത്രസ്റ്റ് വോളിയം ഇൻസൈഡ് എന്നാണ്. അപ്പോൾ വോളിയം ഓഫ് P/2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G, ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ. മാസ് ഓഫ് P എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് P ഇൻറ്റു അവൻ്റെ വോളിയമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, ഇൻറ്റു G ഈക്വൽ ടു Vp/2 ഇൻറ്റു റോ V ഇൻറ്റു G. G നമുക്ക് ക്യാൻസൽ ചെയ്യാം, Vp നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെൻസിറ്റി ഓഫ് P എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഡെൻസിറ്റി ഓഫ് വാട്ടർ ദ ഡിവിഷൻ ബൈ 2. ഇത് ഒരു കണ്ടീഷനായിട്ട് ഇരിക്കട്ടെ. രണ്ടാമത്തെ കേസ് പറയുന്നത് ലുക്ക്, ഇവിടെ പറയുന്നത് മാസ് ഓഫ് ദ Q ആണ് ഇൻറ്റു G, ഇറ്റ്സ് വെയ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കണം 2/3 വോളിയം ഓഫ് ദ Q ആണ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു G. അപ്പോൾ G അവിടെ ക്യാൻസലായി. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് മാസ് ഓഫ് Q എന്ന് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് Q ഇൻറ്റു ദാറ്റ് വോളിയം ഓഫ് Q ഈസ് ഈക്വൽ ടു
2/3 volume of the Q into the density of the liquid. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ ക്യൂ എന്ന് പറയുന്നത് യെസ് 2/3 ടൈംസ് ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. എന്താണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് 3/4 ഓഫ് ദാറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. 3 cancel, so you get again density of water by 2. സെയിം ആണ് രണ്ടിനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിട്ട് നമുക്ക് പറയാം. സോ ബി എസ് ദി ആൻസർ ഫോർ ദ 5th question. We can move with the question number 6. 2 soap bubbles of radii 3 millimeter and 4 mm confined in a vacuum coalesce isothermally. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് ടു ഫോം എ ന്യൂ ബബിൾ. ദ റേഡിയസ് ഓഫ് ദ ബബിൾ ഫോംഡ് ഈസ്. അപ്പോൾ ആദ്യത്തെ കേസിൻ്റെ പ്രഷർ ഇൻറ്റു വോളിയം പ്ലസ് രണ്ടാമത്തത് P2 V2 ഒരുമിച്ച് ചേർന്നപ്പോൾ വി ആർ വിത്ത് എ ന്യൂ ബബിൾ ഹാവിങ് ദ പ്രഷർ P വോളിയം V. അപ്പോൾ ആദ്യത്തെ കേസിലുള്ള പി എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ ഓൺ ദാറ്റ് എക്സസ് പ്രഷർ ഓൺ ദ സോപ്പ് ബബിൾ 1 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ΔT ഡിവിഷൻ ബൈ R1 ഇൻറ്റു അവൻ്റെ വോളിയം ദാറ്റ് ഈസ് 4/3 പൈ R1 ക്യൂബ് പ്ലസ് ഫോർ ദ സെക്കൻഡ് വൺ ദ എക്സസ് പ്രഷർ ആസ് ΔT ബൈ R2 ഇൻറ്റു ദാറ്റ് 4/3 പൈ R2 ക്യൂബ് ഇസ് ഈക്വൽ ടു നമ്മുടെ ന്യൂ ഉണ്ടായ അതിൻ്റെ പ്രഷർ നമുക്ക് ΔT ബൈ R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ വോളിയം 4/3 പൈ R ക്യൂബായിട്ട് എടുക്കാം. അപ്പോൾ ഒരേപോലെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരേ മെറ്റീരിയലാണ്. സോ that excess pressure not ΔT, it is a 4T by R1. That is correct, 4T by R1. So നമുക്ക് അവിടെ ഇത് സർഫസ് ടെൻഷൻ സെയിം ആണ്. സർഫസ് ടെൻഷൻ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടുന്നത് പിന്നെ R1 ആണ്. ആ റേഡിയസ് ന്യൂമറേറ്ററിലുള്ള റേഡിയസുമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്താൽ ലുക്ക് R1. അപ്പോൾ ഇത് R1 സ്ക്വയർ, R2 സ്ക്വയർ, R സ്ക്വയർ. So that is R1 square plus R2 square is equal to R square. So the new radius becomes equal to root of R1 square plus R2 square. R1 നമുക്ക് തന്നിരിക്കുന്നത് 3 millimeter ആണ്. R2 എന്ന് പറയുന്നത് 4 millimeter ആണ്. So root 9 plus 16 that is equal to root 25. We get the answer as 5 mm. D is the answer. So we can move with number 7. A soap bubble of radius R is blown up to form a bubble of radius 2R under isothermal conditions. അപ്പം ഒരു സോപ്പ് ബബിളാണ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ അതിൻ്റെ റേഡിയസ് R ആണ്. ആ റേഡിയസ് ഡബിൾ 2R ആയിട്ട് മാറുകയാണ് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ. If sigma is the surface tension of soap solution, then the energy spent in doing so. അപ്പോൾ the energy released, that is nothing but equal to നമുക്കറിയാം സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. അവിടെ നമ്മുടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബബിൾ ആകുമ്പോൾ 2 ഫ്രീ സർഫസസ് വരുന്നത് കൊണ്ട് ഡബിൾ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ അവിടെ ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2R ആയതുകൊണ്ട് അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 പൈ ഇൻറ്റു 2R സ്ക്വയർ മൈനസ് നമുക്ക് ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ we can write it to be as is equal to 4 pi into R square. അപ്പോൾ അതിലൊന്ന് നമുക്ക് സോൾവ് ചെയ്താൽ as 2t into 4 pi നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ദെൻ 2 സ്ക്വയർ, അപ്പോൾ 4R സ്ക്വയർ മൈനസ് R സ്ക്വയർ എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ.
that is equal to 2 into 4 as 8t pi into 4r square minus r square, that is 3r square. 8 into 3 is nothing but equal to 24 surface tension. Here it is represented as a sigma into pi r square. So we get the answer as the C choice. We can move with the question number 8. Water flows steadily through a horizontal pipe of variable cross section. If the pressure of water is P at a point where the speed is V, what is the pressure at another point where the speed of flow is double V? Let the density of water be rho. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നമുക്ക് P2 ആയിട്ടാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ഒരേ ഹൊറിസോണ്ടൽ ഹൈറ്റ് ആണെങ്കിൽ നമ്മുടെ ബെർണോളിസ് തിയറം മറ്റ് 2 പോയിന്റ്സ് 1 and 2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ we can easily say that is equal to its pressure value plus that kinetic energy per unit volume half rho V square. It should be a constant. For the second case, P2 plus that is P2 plus half rho into that V2 square. അപ്പോൾ ഇവിടുത്തെ V2 എന്ന് പറയുന്നത് ഡബിൾ V ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. We can say P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So P2 is equal to, അപ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 is equal to yes P1. P1 is given as P plus half rho V square. നമ്മൾ ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കുക, ഇറ്റ് ബിക്കംസ് വാട്ട് ഹാഫ് റോ ഇൻറ്റു 4V സ്ക്വയർ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിംപ്ലി മൈനസ് 2 റോ ഇൻറ്റു V സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അതിൽ നിന്ന് റോ V സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ 1/2 minus 2. So 2 into 2 4, 1 minus 4 as 3/2. So P minus 3/2 rho into V square. So Bernoulli's theorem നമുക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മതി. We get the answer as E choice. We can move with the question number 9. A capillary tube of radius 0.5 mm is immersed in a beaker of mercury. The level inside the tube is 0.8 cm below. The angle of contact is 120 degree. What is the surface tension of mercury if the mass density of mercury is rho equal to 13.6 into 10 cube and acceleration due to gravity is 10? അപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു കാപ്പിലറി ട്യൂബിലെ റൈസ് എന്ന് പറയുന്നത് H is equal to 2t cos theta division by r rho into g. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ടെൻഷൻ ആണ്. സോ T is equal to it is given as HR rho g division by 2 into cos theta. നമുക്ക് ഓരോ കൃത്യതയോടെ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ what is the value for H? So H is nothing but equal to here 0.8 centimeter ആണ്. So we can write it to be 8 into 10 to the power of minus 3. That means in meter into radius 0.5 millimeter. So 0.5 into 10 to the power of minus 3 into the density of mercury. Mercury ആണ് ഇവിടെ തന്നിരിക്കുക 13.6 into 10 cube into that gravity is taken as 10, the division by 2 into what is the value of cos theta, that is cos 120, that is equal to 1/2. സോ ഇവിടെ ഒരു മൈനസ് സൈൻ വരും. സാധാരണ മെർക്കുറി വരുമ്പോൾ ഡിപ്രഷൻ ആണല്ലോ, ആ മൈനസ് കൂടെ അത് ക്യാൻസൽ ആയിട്ട് മാറും. സോ അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the answer as 54.4 into 10 to the power of minus 2, that is equal to 0.544 that much Newton per meter. That is B as the answer. So we can move with the next one, number 10. If a capillary tube of radius r is immersed in a liquid, the liquid rises to a height h. The corresponding mass of liquid column is m. The mass of water that would rise in another capillary tube twice the radius is.
സോ നമുക്ക് ഒരു കാപ്പിലറി റൈസ് സംഭവിച്ചത് എച്ച് ആയിട്ടാണ് നമ്മൾ എടുത്തു വന്നിരിക്കട്ടെ. അവൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇതൊരു സിലിണ്ടറിക്കൽ ട്യൂബായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുമാത്രം മാസ്സാണ് മുകളിലോട്ട് വന്നതെന്നുള്ളത് ആ ഹൈറ്റ് ഓഫ് ലിക്വിഡിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് അവൻ്റെ ഏരിയ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് എ സിലിണ്ടർ, ദാറ്റ് മച്ച് ഇൻറ്റു ഡെൻസിറ്റി. പക്ഷെ നമുക്കറിയാം എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നറിയാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാസ് പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ എച്ച് എന്ന് പറയാം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇവിടെ എച്ച് പ്രപ്പോർഷണൽ ടു 1/r ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ ഈസിലി സേ എം മാസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എം ഡാഷ്, ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആർ ഡാഷ്. സോ ഫോർ ദ ടു കേസസ് എം ഡാഷ് ബൈ എം ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ബൈ ആർ. ആർ എന്ന് പറയുന്നത് ഇവിടെ ആർ ഡാഷ് 2r ആയതുകൊണ്ട് വി ക്യാൻ സേ എം ഡാഷ് ഇസ് ഈക്വൽ ടു 2m. സോ വി ഗെറ്റ് ദ ആൻസർ as A as the answer. So we can move with the next question, number 11. In a horizontal pipe of a non-uniform cross-section, water flows with a velocity of 1 meter per second at a point where the diameter of the pipe is 20 centimeter. The velocity of water at a point where the diameter of the pipe is 5 centimeter is. So നമുക്കറിയാം the equation of continuity. So അത് പറയുന്നത് നമുക്കറിയാം A1, the area cross section into velocity is equal to a constant. So A2 V2. So that is equal to, ഇവിടെ area for the first area cross section അവിടുത്തെ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ 0.2 ആണ്. അപ്പം നമുക്ക് ആ ഏരിയ ഡയമീറ്റർ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണല്ലോ. സോ 0.2 സ്ക്വയർ ഇൻറ്റു ആദ്യത്തെ കേസിലെ വെലോസിറ്റി 1 ആണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് 0.05 സ്ക്വയർ ആണ്. ദാറ്റ് മച്ച് ഇൻറ്റു വെലോസിറ്റി V2 ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. സോ V2 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് yes, we can say as 4 into 10 to the power of minus 2 division by, that is 25 into 10 to the power of minus 4. So that is equal to so 4 into, in the numerator it becomes 100, that division by 25, so that is equal to 16 as the answer. So E is the answer for the problem. We can move with the question number 12. A spherical ball of diameter 1 centimeter and density 5 into 10 cube is dropped gently in a large tank containing viscous liquid of density 3 into 10 cube and the coefficient of viscosity as a 0.1. The distance the ball moves in 1 second after its terminal velocity is. അപ്പോൾ അവൻ്റെ ടെർമിനൽ വെലോസിറ്റി VT ആണെങ്കിൽ the distance travel in 1 second എന്ന് പറയുന്നത് സോ നമുക്ക് കണ്ടുപിടിക്കാം, that is distance is velocity into time. So VT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So to find that VT, നമുക്കറിയാം the simple relation to find the terminal velocity in a liquid as 2/9 into rho minus sigma r square d division by eta. The density of the body, the density of the liquid, the radius of the ball, that coefficient of viscosity of the medium. എല്ലാ ഡേറ്റയും കൃത്യമായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. The density that is given as 5 into 10 cube minus for the liquid as 3 into 10 cube. അവൻ്റെ റേഡിയസ് 1 centimeter ആണ് diameter, so we can take as 0.5. So that much square, that much into 10, the division by eta, that is equal to 0.1.
So that is equal to 2 by 9 into 5 minus 3, it becomes 2 into 10 cube into that 25 into 10 to the power of minus 6 into 10 division by 10 to the power of minus 1. So on solving, we get the value as is equal to 10 by 9. So that is equal to the distance traveled become that velocity into the time, that is in 1 second, that is equal to A as the answer. We can move with the question number 30. A stone of density 2000 kg per meter cube is completely immersed in a lake, allowed it to sink from rest. If the effect of friction is neglected, then after 4 seconds, the stone will reach the depth of. So by using our one-dimensional relation, it starts from rest, so we can say as a half into that acceleration effectively there into t square. ഒരു particular മീഡിയത്തിനകത്തുള്ള ആക്സിലറേഷൻ, ദാറ്റ് ഈസ് വി ക്യാൻ ഈസിലി ഫൈൻഡ്. അപ്പോൾ നമ്മളൊരു മീഡിയത്തിനകത്തിരിക്കുമ്പോൾ നമുക്കറിയാം ദ വെയ്റ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്, മേപ്പോട്ട് അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നെറ്റായിട്ടുള്ള ജി ഡാഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ടു ബി ഈക്വൽ ടു 1 മൈനസ് സിഗ്മ ബൈ റോ ഇൻറ്റു ജി. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. അവിടെ സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫോർ ദ ലിക്വിഡ്, ഹിയർ റോ ഡെൻസിറ്റി ഫോർ ദ ബോഡി. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ for the liquid, that is it is our water, so 1000 division by as 2000, that much into g, so that is equal to 1 minus 1 by 2, so we get the value as g by 2. So g dash അല്ലെങ്കിൽ a effective എന്ന് പറയുന്നത് g by 2 ആയിട്ട് മാറി. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. So half into g by 2 into that 2 square as 4, so we can take a 9.8 m as the answer, so D is the choice. So we can move with the question number 14. Two capillary tubes A and B of diameter 1 mm, 2 mm respectively are dipped vertically in a liquid. The capillary rise in A is 6 cm, then the capillary rise in B is. We know that H into R is a constant. That means for H is proportional to 1 by R. Then for the two cases, so HB by HA is equal to RA by RB. That is the concept there. So that is equal to RA, that is the radius, that is given as is equal to here 1 mm. So 1 mm by 2. So that is D by 2, dA by 2 by dB by 2, so 1 mm by 2 mm. So HB is equal to H by 2, so that is equal to 6 centimeter, the division by 2, so we get the answer as is equal to 3 centimeter, so we can take B as the answer. We can move with the question number 15 from 2015. After terminal velocity is reached, the acceleration of a body falling through the fluid is. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എത്തുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ആക്ട് ചെയ്യുന്നതും മുകളിലോട്ടുള്ള അപ്ത്രസ്റ്റും അതോടൊപ്പം നമ്മുടെ വിസ്കസ് ഫോഴ്സും എല്ലാം ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. സോ ദ നെറ്റ് ഫോഴ്സ് ബിക്കം 0. We can say that acceleration due to gravity is equal to, then acceleration with which the body falls becomes 0. So we can move with the next question. A liquid is filled up to a height 20 centimeter in a cylindrical vessel. The speed of the liquid coming out a small hole at the bottom of the vessel. അപ്പോൾ അതിൽ 20 സെൻറ്റിമീറ്റർ ആണ് നമുക്ക്, അപ്പോൾ 0.2 ആണെന്ന് പറയുന്നു. നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2g into h. So that is nothing but equal to 2 into 10 into that h is a 0.2. So that is equal to √4
that is equal to 2 meter per second. So C as the choice. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കൃത്യതയോടെ മാക്സിമം MCQs എല്ലാ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അത് സർഫസ് ടെൻഷൻ ആണെങ്കിലും ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിലും നമ്മളുടെ പ്രഷർ അല്ലെങ്കിൽ അതോടൊപ്പം അപ്ത്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോട്ടേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. So try to do more MCQs, then it will get more rank. Take care. God bless you.